ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശബരി എത്തുന്നു കേട്ടോ. ശബരിയും രഘുവും ദാസും വിനയനും കൂടി ഇങ്ങനെ സംസാരിക്കണേ. എന്നാൽ ഈ സമയം ശബരി തൻ്റെ ഫോണെടുത്ത് ഒരുപാട് തവണ ദയയുടെ ഫോണിലോട്ട് വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. അങ്ങനെ ദാസ് പറയണേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ശബരിയുടെ ഫോണിലോട്ട് ദയയുടെ ഫോൺ കോൾ വരുന്നത്. അങ്ങനെ വീഡിയോ കോൾ ആണല്ലോ എന്ന് പറഞ്ഞ് ശബരി എടുക്കുമ്പോൾ എടുക്കുക എന്ന് പറയാൻ. അങ്ങനെ നന്ദുവിൻ്റെ ആ ഒരു ബ്രദർ ഉണ്ടല്ലോ നിതിന്, അവനാണ് വിളിക്കുന്നത്. അങ്ങനെ നിതിൻ പറയണേ ഞാനാണ് വിളിച്ചത്, ഇതാ ഈ ഇരിക്കുന്നു ദയക്ക് യാതൊരുവിധ ആപത്തുമില്ല, ദയയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവളിത് മയങ്ങിക്കിടക്കുന്നു, അവളുടെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്, എനിക്കെൻ്റെ 20 ലക്ഷം ആ 2 ദിവസം നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ 20 ലക്ഷം തരാമെന്ന് പറയുമ്പോൾ ശബരി പറയണേ ഞാൻ 2 ദിവസത്തേക്കൊന്നും ഒരിക്കലും ദയയെ ഞാൻ വിട്ടുതരില്ല, ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഞാൻ പണം ഒപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നന്ന്, ഒരിക്കലും ഞങ്ങളിവിടെ നിൽക്കില്ല, ഞങ്ങളിവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇനി ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾക്ക് സെക്യൂരിറ്റിയായി ഇവളെയാണ് നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നന്ദു കാണിച്ചു കൊടുത്ത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശബരി അതിന് മുന്നേ പറയുന്നുണ്ട് 20 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദയയെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദയയെ ഞാൻ തീർച്ചയായും വീട്ടിലോട്ട് പറഞ്ഞു വിടാം, അതിന് 1 മണിക്കൂറേ വേണ്ടുള്ളൂ, പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറും ശബരിയുടെ ഫോണിലോട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ എത്തും പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന വിനയം പറയാണ് ഈ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിലൊരു അർത്ഥമുണ്ടല്ലോ, അവൾ ഇവിടെ അടുത്തുണ്ട്, 1 മണിക്കൂറിൻ്റെ യാത്രയുള്ളെങ്കിൽ നമ്മുടെ തൊട്ടരികിൽ തന്നെ ദയ ഉണ്ടെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് രഘുവും ദാസും ഒക്കെ പറയണേ എന്തെങ്കിലും നമുക്ക് ചെയ്യണം, നമുക്ക് 20 ലക്ഷം സംഘടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ശബരി പറയണേ ഞാൻ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ നോക്കട്ടെ. അത് കേൾക്കുന്ന രഘു പറയണേ അയ്യോ എങ്ങനെ ഇത്ര പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയും, നമുക്കൊരു പണി ചെയ്യാം, അമ്മാവനോട് ചോദിക്കാമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ശബരി പറയണേ അത് വേണ്ട, അദ്ദേഹത്തിനോട് ചോദിക്കണ്ട എന്ന് പറയണ്ട. എന്നാൽ ദാസ് പറയണത് ശരിയാണ്, അദ്ദേഹത്തിനോട് ചോദിക്കണ്ട, ഇപ്പം അണ്ണ ഒന്നും അറിയാതിരിക്കുകയാണ് നല്ലതെന്ന് പറയണേ. അപ്പോൾ ശബരി പറയണേ എൻ്റെ അടുത്ത് അത്യാവശ്യം പൈസയുണ്ട്, 10 ലക്ഷത്തോളം എൻ്റെ അടുത്തുണ്ട്, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ പാടെ കൂടി ഞാൻ മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് 20 ലക്ഷം ആക്കാം എന്ന് പറയുമ്പോൾ അവിടെ ശബരി അത് പറഞ്ഞുകൊണ്ട് തന്നെ രഘു പറയണേ എന്നാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുമ്പോൾ വിനയൻ പറയണേ എന്തായാലും എന്തെങ്കിലും ചെയ്തത് പെട്ടെന്ന് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയണാണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് തിരിമറി ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ അത് വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറയാം കേട്ടോ. പിന്നീട് ചീരുവിനെയാണ് കാണിക്കുന്നത്, സാവിത്രി ഉണ്ട്. അങ്ങനെ ചീരു ഇങ്ങനെ പറയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നോക്കി, ലച്ചുമോളെ പെട്ടെന്ന് കുളിപ്പിക്കുക എന്നൊക്കെ സരോജിനിയോട് പറയുമ്പോൾ സരോജിനി പറയണം ലച്ചുവിനെ കുളിപ്പിക്കണം, നിൻ്റെ കുഞ്ഞുങ്ങളെ കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കുക എന്ന് പറയണം. ചീരുവിൻ്റെ വയറൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് പറഞ്ഞ ഉടൻ തന്നെ ലച്ചുവിനെ കുളിപ്പിക്കട്ടെ, എന്നാൽ ശരി നേരത്തെ കുളിപ്പിക്കണമെന്ന് നീ പറഞ്ഞില്ല, അതുകൊണ്ട് കുളിപ്പിക്കാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ചിരി പുറത്തോട്ട് എത്തിച്ച് നോക്കുമ്പോൾ തൻ്റെ അച്ഛനെ ആയിരിക്കട്ടെ. അങ്ങനെ മാഷി വരികയാണ്. മാഷിനെ കാണുന്ന ചിരുവിന് ഒത്തിരി സന്തോഷമാവുകയാണ്. ആഹാ അച്ഛൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും ചിരു മറപ്പടിയിൽ വീഴാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് ആകെ പേടിച്ചു, എൻ്റെ നല്ലൊരു ജീവൻ അങ്ങ് പോയി എന്ന് മാഷ് പറയണേ. എന്തിനാണ് നീ എന്നെ കാണുമ്പോൾ ഇത്ര പരിഭ്രാന്തിയോട് കൂടി ഓടി വരുന്നത്, അച്ഛനെ കണ്ട സന്തോഷം കൊണ്ട് അച്ഛൻ്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ട്, ടീച്ചറും മാഷൊക്കെ എന്ത് പറയുന്നു, എന്തായാലും ഞങ്ങൾക്ക് ഒരു വഴിത്തിരിവ് തന്നെയാണ്, കാരണം ഞങ്ങളുടെ അച്ഛൻ മലയ്ക്ക് പോയപ്പോൾ അവർ പറഞ്ഞ ആ വാക്കുകൾ കൊണ്ടല്ല അച്ഛൻ ഇങ്ങോട്ട് തിരികെ വന്നത്, അത് വലിയ ആശ്വാസം തന്നെ എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കരുത്, ഈ കുഞ്ഞിന് എന്തെങ്കിലും കേടുപറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ അച്ഛ ഈ കുഞ്ഞ് പോകാനുള്ളതെങ്കിൽ എന്നോ പോയിരുന്നു, ഇത് ജനിക്കാനുള്ളതാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് പോയില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേട്ട സരോജിനി പറയണേ എന്തിനാ മോളെ നീ നിൻ്റെ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞതാണ്, ഒരിക്കലും ഈ കുഞ്ഞ് നഷ്ടപ്പെടില്ല, പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞ് ജനിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് ചീരു പറയുന്നു കേട്ടോ. അങ്ങനെ ഇവർ അകത്തോട്ട് കയറി പോവാണ്. അപ്പോൾ മാഷ് പറയുന്ന മക്കൾക്ക് കുറച്ച് പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ആ പുതിയിൽ ഇരിക്കുന്നത്, എന്തായാലും ആ പലഹാരങ്ങളൊക്കെ കഴിക്കും, ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ശബരിയാണ് കാണിക്കുന്നത്, ഇങ്ങനെ അനിത ദീപം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശബരി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ ശബരിയുടെ മുഖം ആകെ വാടി തളർന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന അനിത ചോദിക്കുക എന്തായി ദയ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സംസാരമില്ല കേട്ടോ. അപ്പോൾ രാമനാഥനും അങ്ങോട്ടേക്ക് വരിക, വാസന്തി വരുന്നു, അനിത വരുന്നു, അതുപോലെ തന്നെ വരുന്നു, എല്ലാവരും വരുന്നു കേട്ടോ. അപ്പോൾ ചോദിക്കുന്നതിന് മറുപടി പറയില്ല. അപ്പോൾ ഉടൻ തന്നെ എന്തിനാ നിങ്ങളെല്ലാവരും കൂടി ശബരിയിട്ട് ചൂഷണം ചെയ്യുന്നു എന്ന് രാമനാഥൻ ചോദിക്കുക. പിന്നെ അവൾക്ക് തോന്നിയ സമയത്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്ന മുട്ടം ഭ്രാന്താണ്, അവൾക്ക് വട്ടുള്ളൊരു പെണ്ണാണ്, അവൾക്ക് മാനസികം എന്ന് തന്നെ എന്നൊക്കെ പറയാമെന്നൊക്കെയാണ് പറയാം. പോരാത്തതിന് അവൾ ഒരുത്തനെ ആദ്യം തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരുത്തനെ രജിസ്റ്റർ മാരേജ് ചെയ്തൊക്കെയാണ് ശബരി ഇനി വഴുകി കണ്ട, ഇവളെ പോലെ ഒരു ഭ്രാന്തിയെ സഹിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, ഈ പേരും വെച്ച് ഒരു മാനസിക രോഗിയാണെന്നും പറഞ്ഞ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് ഡിവേഴ്സ് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ രാമനാഥൻ അങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ. എടി വൃത്തി കെട്ടവളെ,
നിന്നെപ്പോലെ ഒരു പെങ്ങളെ കിട്ടിയതാണ് ശബരിയുടെ ഏറ്റവും വലിയ നാശം. നീ എന്താ ചെയ്യേണ്ടത്? നീ അവന് തണുപ്പ് നൽകേണ്ട ഈ സമയത്ത് നീ അവൻ്റെ മനസ്സിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിയേക്ക്. എന്തിനു വേണ്ടിയാണ് ദയയെ ഡിവേഴ്സ് ചെയ്യേണ്ടത്? ദയക്ക് ഒരു തെറ്റുപറ്റി, അത് സമ്മതിച്ചു. ദയക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ദയ അംഗീകരിച്ചു. അപ്പോൾ തന്നെ ശബരി പറയണേ, എൻ്റെ വാസന്തി ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും പറയരുത്. എൻ്റെ ദയക്ക് യാതൊരു മാനസിക പ്രശ്നമില്ല. 2 ദിവസത്തിനുള്ളിൽ അവൾ തന്നെ അവളുടെ അസുഖങ്ങളെല്ലാം മാറ്റി ഇങ്ങോട്ടേക്ക് വരുമോ? അത് എനിക്ക് ഉറപ്പുള്ള കാര്യം. ഇത് ഒരുപാട് നീ പറഞ്ഞതല്ലേ, എത്രയോ ദിവസങ്ങൾ അവിടെ കിടന്ന ഇവിടെ കിടന്നാൽ മാറുന്നൊക്കെ, എന്നിട്ട് വീണ്ടും വീണ്ടും ഇതെല്ലാം എല്ലാവരും കാണുന്നത്, അവളുടെ മാനസികമല്ലേ കാണുന്നതെന്നൊക്കെ എന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടുടൻ തന്നെ എൻ്റെ ദയക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയണം. അപ്പോഴേക്കും നിൻ്റെ ദയക്ക് പ്രശ്നമില്ലാത്ത അല്ല സുശീലാൻ്റി ഇവിടെ വന്ന് പറഞ്ഞത്, അവളെക്കുറിച്ച് അസഭ്യ വാക്കുകൾ കേട്ടില്ലേ? അത് കേൾക്കുന്ന ശബരി പറയാണ്, സുശീലാൻ്റിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ദയ ഇവിടെ നിന്ന് പോയത്. ആ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അതിന്മേൽ ഒരു വഴക്ക് കൂടുകയെന്ന് കാണുമ്പോൾ രാമനാഥൻ പറയാൻ, നിർത്തടി, നിനക്ക് എന്ത് അധികാരമാടിയോ ദയയെക്കുറിച്ച് പറയാനുള്ളത്? ഒരു കുഞ്ഞുനാളിൽ ഒരു കുട്ടിക്ക് ഓരോ പ്രശ്നങ്ങൾ വരും, എട്ടുമുട്ടും തിരിയാത്തൊരു സമയത്ത് ഓരോരുത്തർക്കും ഓരോ ദുർബുദ്ധി തോന്നും. അതിമേ വെച്ച് വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുന്നത് അത്ര നല്ല പ്രവൃത്തിയിൽ പെട്ടതല്ല. ആർക്കും ഒരു തെറ്റ് പറ്റാം, പക്ഷെ ആ തെറ്റ് തിരുത്തി ജീവിക്കാനാണ് പഠിക്കേണ്ടത്. പക്ഷേ നിൻ്റെ ഭർത്താവ് നീ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് എന്താ? നിൻ്റെ ഭർത്താവ് എന്നോ നിന്നെ ഡിവേഴ്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എത്ര തവണയാണ് നിൻ്റെ ഭർത്താവ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോഴേക്കും വാസന്തിൻ്റെ മുഖമൊക്കെ മാറി മറിയാനായിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഉള്ളിലോട്ട് കയറിപ്പോ, എല്ലാവരും ഇവിടെ ഒരൊറ്റ നിന്നെ കാണരുത്, എൻ്റെ ശബരി സ്വസ്ഥതയോട് കൂടി ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ ശബരി പറയണേ, വേണ്ട അച്ഛ, ആരെയും ഉള്ളിലോട്ട് കയറിപ്പോവാൻ അച്ഛൻ പറയണ്ട, ഞാനങ്ങ് ഉള്ളിലോട്ട് കയറിപ്പോയാൽ ഇവിടുത്തെ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് പറയണേട്ടാ. പിന്നീടാണെങ്കിൽ ഷാമിനെയും സത്യനെയാണ് കാണിക്കുന്നത്. അവർ തമ്മിലിങ്ങനെ കുടിക്കുകയാണ്, അതായത് ബീർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാമു പറയണേ, സത്യം പറയണേ, എനിക്ക് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ ലജ്ജയാണ് തോന്നുന്നത്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബീറിൻ്റെ സഹായം തേടുന്നത്. അപ്പോൾ ഷാമു പറയണേ, ശരിയാണ്, എനിക്കും തോന്നുന്നത് ഒരു പാവം അനുചേച്ചി ചൂലെടുത്ത് അടിച്ച് ഓടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കേട്ടോടുന്ന സത്യനും പറയണേ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു, എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്തതിന്. അപ്പോൾ തന്നെ ശ്യാമ പറയണേ, ഒരു കാര്യം ചിന്തിക്കണം, അത് അനുഭവിച്ച അനുചേച്ചിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ചൂലൊക്കെ ഉണ്ട് അടിക്കുക എന്ന് പറയുന്നത് ഇത്ര ഒരു ഗതികെട്ട ജീവിതമാണ് ഒരു പെണ്ണിൻ്റേത്, ഇത്രയും വലിയ അധംപതനം പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് സത്യനും തോന്നുക. അപ്പോൾ ശ്യാമ പറയണേ, എന്തായാലും ഇത് കുറച്ച് ഗുരുതരമാവുന്ന പ്രശ്നമാണ്, എന്തായിട്ട് നാളെ എത്തും, അതിന് മുന്നേ നമുക്കെല്ലാം വെളിപ്പെടുത്തല്ലേ നല്ലതെന്ന് പറയുമ്പോൾ സത്യം പറയാതെ ശരിയാവില്ല. പിന്നെ ഇന്ദ്രേട്ടൻ നാളെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അമ്മ കാര്യങ്ങൾ പറയും, സുശീലാനി കാര്യങ്ങളൊക്കെ പറഞ്ഞ പിന്നീട് ഉണ്ടാവുന്ന ബഹളങ്ങൾ പറയാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഉടൻ തന്നെ ഷാമു പറയുന്നത്, എന്തായാലും ഇന്ദ്രേട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് അനുചേച്ചിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ട്, ഭാനുമ അവിടെ സഹായത്തിനായി നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു സൂചന കൊടുത്തു കഴിഞ്ഞാൽ സുശീലാൻ്റിയുടെ കരച്ചിലും അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രേട്ടൻ അനുചേച്ചിയെ പുറത്താക്കും, അതല്ല സത്യം നല്ലത്, നീ ഒന്ന് വിവരം അറിയിച്ചേക്ക് എന്ന് പറയുമ്പോൾ സത്യം പറയണേ, ഞാൻ എപ്പോഴും അനുചേച്ചിയുടെ കൂടെ നിൽക്കുള്ളൂ എന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അറിയിക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു പക്ഷേ അറിയിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രേട്ടൻ പിന്നെ അമ്മക്ക് വിളിക്കും, അമ്മയോട് കാര്യങ്ങൾ ചോദിക്കും, അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അനുചേച്ചിയോടുള്ള പെരുമാറ്റ രീതി വളരെ മോശമായിരിക്കും. അപ്പോൾ അതിലും നല്ലത് ഇവിടെ വന്ന് സമാധാനപരമായ കാര്യങ്ങൾ ചോദിക്കുകയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ആ സംസാരം കഴിഞ്ഞ് പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീല മരത്തിങ്ങനെ ഇരിക്കുകയാണ്, കൂടെ ഭാനുമയും പറയുന്ന പ്രതിഭയും സോനയൊക്കെ ഉണ്ട്. അപ്പോൾ ഭാനുമ പറയുകയാണ്, സുശീല നിൻ്റെ അഹങ്കാരം വാശിയൊക്കെ നിർത്തിയേക്ക്, നിൻ്റെ കുടുംബജീവിതമാണ് നീ തകർക്കുന്നത്, ആ പാവം അനുപമ മാപ്പ് പറയാൻ വന്നപ്പോഴും നീ ചൂലുകൊണ്ട് അടിക്കാൻ ഒരുങ്ങി ഒരിക്കലും ശരിയായില്ല. അപ്പോൾ സോന പറയുന്നത്, ശരിയാണ് അമ്മ, ഇന്ദ്രേട്ടൻ നാളെ വരികയാണ്, വെറുതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഇതങ്ങ് എടുത്തിയേക്ക്, ഇന്ദ്രേട്ടൻ വന്നാൽ പിന്നെ പറയാനില്ലല്ലോ, ഇന്ദ്രേട്ടൻ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ ഇടപെടുന്നതിന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ സുശീല ആഹാ, അപ്പോൾ നിങ്ങളിൽ എല്ലാവരും ഈ പേടിയുണ്ട് അല്ലേ? ഈ സുശീലയ്ക്ക് അറിയാം, സുശീലയുടെ മകന് പൊള്ളുമെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കാർക്കും അമ്മയെ വേണ്ടെങ്കിലും സുശീലയുടെ മകന് അമ്മയെ വേണം, അവന് മറ്റുള്ളവർക്ക് മുന്നേ എന്നെ തട്ടായിട്ട് കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുശീല അഹങ്കാരഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.